നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. ഈ വചനത്തിന്റെ വെളിച്ചത്തെ നമ്മുടെ പ്രിയപ്പെട്ട വല്യമദറിന്റെ 39ാം ഓർമ്മ തിരുനാളിനൊരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്കും ഒരു നിമിഷം ചിന്തിക്കാം പാവങ്ങളോടുള്ള നമ്മുടെ സമീപനം. ദാരിദ്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഓടാമ്പലിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് മുൻപ് റാന്തൽ വിളക്കുമേന്തി മുട്ടി വിളിച്ച് അവരുടെ കഥനകഥകൾക്ക് കാതോർക്കുന്ന കാരുണ്യത്തിന്റെ ഈ കാവൽ മാലാഖ. ഏതൊരു കാലഘട്ടത്തിന്റെയും വെല്ലുവിളികളെ അതിജീവിക്കുന്ന പാവങ്ങളുടെ പക്ഷം ചേരുന്നതിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമാണ്. ദരിദ്രൻ നമ്മുടെ അടുത്തേക്ക് വരുവാൻ കാത്തിരിക്കാതെ അവരെ അന്വേഷിച്ച് നാം ഇറങ്ങിച്ചെല്ലണം. അവരോടുള്ള സ്നേഹവും താല്പര്യവും പ്രകടമാകുന്നത് ക്രിസ്തുവിനോടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുമാണ് എന്ന് വല്യമദർ ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്ത്രീയെ നേടിയാൽ ഒരു തലമുറയെ നേടാൻ സാധിക്കുമെന്ന് മദർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനാൽ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പ്രബുദ്ധരാക്കുന്നതിൽ മദർ പരിശ്രമിച്ചു. പ്രതിഫലേച്ഛ കൂടാതെ അധ്വാനിച്ചും പാവപ്പെട്ടവരോട് താതാത്മ്യപ്പെട്ടും ദൈവവചനം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയും സുവിശേഷ ദാരിദ്ര്യം സ്വന്തം ജീവിതം കൊണ്ട് പ്രഘോഷിച്ച പ്രിയപ്പെട്ട വല്യമദർ നമുക്കെന്നും മാതൃകയാണ്. യഹോവയുടെ പാവപ്പെട്ടവനെ പോലെ പാവങ്ങളെ സ്നേഹിച്ച ആദരിച്ച ബഹുമാനിച്ച അമ്മയുടെ കാലടിപ്പാടുകളെ നമുക്ക് പിൻചെല്ലാം.